ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ അവിടെ ഒരു ബ്രെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അവിടെ ഞാൻ ബ്രെഡും അതുപോലെ റോബസ്റ്റ് പഴം മിൽക്ക് മേഡൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് 2 കപ്പ് പാലൊഴിച്ചിട്ട് അതിലോട്ട് 2 സ്പൂണ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ബ്രെഡ് വെച്ചിട്ട് ഒരു ഡെസേർട്ടാണ്, പക്ഷെ അത് കൊളാവോന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നീട് റോബസ്റ്റ് പഴം ബ്രെഡിൽ 4-5 കഷ്ണം സ്ലൈസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ബ്രെഡിലും അതുപോലെ തന്നെ റോബസ്റ്റ് പഴം സ്ലൈസായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമ്മളൊരു ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് ടോസ്റ്റ് ചെയ്ത്. എന്ത് കഴിക്കാനാ? ടേസ്റ്റ് ഉണ്ടാവുക? ഇവ എവിടെ പോയതായിരുന്നേ? ഓ, അത് ശരി. എന്നിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് അത് നല്ല രീതിയിൽ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടത് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ആ മിൽക്ക് അവിടെ എല്ലായിടത്തും നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ നന്നായിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പാലൊക്കെ നന്നായിട്ട് അതിമ പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനും കൂടെ ഉള്ളൂ. എമിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അടിപൊളിയാന്ന് അവൻ പറഞ്ഞു. ഞാൻ ഉണ്ടാക്കിയ ഡെസേർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളിയാ. ഇനി ഇങ്ങനത്തെ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്.